ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആറും കുള നിറഞ്ഞ അന്തരീക്ഷമൊക്കെ ഒഴിഞ്ഞ് ശാന്തമായി വീട്ടിലേക്ക് റീ എൻട്രി ആയിട്ട് വന്നവരൊക്കെ യാത്ര പറഞ്ഞിട്ട് പോയി കേട്ടോ. ആ പോകുന്ന കൂട്ടത്തില് നമ്മുടെ രേണുസുതി അനീഷിന്റെ അടുത്ത് വന്ന് യാത്ര പറയുന്നുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ അനീഷ് പറയുന്നുണ്ട്, രേണുവിനെ പോലെ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ലെന്നാണ് അനീഷ് പറയുന്നത്. അനീഷ് ഈ പറഞ്ഞത് സത്യമാണ് കേട്ടോ. കാരണം ബിഗ് ബോസ് വീട്ടിൽ നിന്നും വളരെ പോസിറ്റീവ് ആയിട്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി രേണുവാണ്. ആ ഇറങ്ങിപ്പോയതിനൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വേറെ. അതിനുശേഷം രേണുവിനെ തേടി ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരത്തി ഇപ്പൊ ഫുൾ ബിസിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, രേണുസുതി നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഏറ്റുവാങ്ങിയ ട്രോളുകൾ, വിമർശനങ്ങൾ, ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവനും രേണുസുതി മാത്രമായിരുന്നു. അന്നേക്ക് ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള വിമർശനങ്ങളൊക്കെ രേണുസുതി അന്ന് നേരിട്ടിരുന്നു. അന്നൊക്കെ ഇത്രയും സ്ട്രോങ് ആയ ഒരു മനസ്സിന് ഉടമയായത് കൊണ്ടും അതുപോലെ തന്റെ പ്രാരാബ്ദങ്ങളും തനിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ മുന്നിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ രേണു എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ലേ. ഒരു പെണ്ണിനും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും ട്രോളുകളും വിമർശനങ്ങളൊക്കെ ഏറ്റു വാങ്ങിയിട്ട് പോലും എല്ലാത്തിനും വളരെ പോസിറ്റീവായിട്ട് തന്നെ കണ്ടിട്ട് അതിന് മുന്നോട്ട് പോയ ഒരു വ്യക്തി നമ്മുടെ രേണുസുതി തന്നെയാണ് കേട്ടോ.